ഹലോ, നമസ്കാരം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, മറിച്ച് അത് എങ്ങനെ പറയുന്നു എന്നതുകൂടെയാണ്. എന്തിനും നമ്മൾ പറയാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാവുന്നുണ്ട്. ഇത് എപ്പോ എങ്ങനെ എന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ബിലീവ് ദിസ് ഇസ് എ ഗുഡ് ടൈം ടു ഡു ദിസ് ബിക്കോസ് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനെയൊക്കെ പറ്റി അവെയർ ആയിരുന്നാൽ നമുക്കതൊക്കെ നോട്ടീസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനോ ഉള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് ബ്രോഡ്ലി 3 ഡയമെൻഷൻസ് ആണുള്ളത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അതിൽ ആദ്യത്തേത് ഇസ് ദ വേർഡ്സ് വി ചൂസ്, രണ്ടാമത്തേത് ദ വേ ആർ വോയിസ് സൗണ്ട്സ് ആൻഡ് മൂന്നാമത്തേത് വാട്ട് ആർ ബോഡി ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇതിൽ ഏറ്റവും ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഏറ്റവും പാൽപ്പബിൾ എന്ന് പറയുന്നത് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും വളരെയധികം ഫോക്കസ് കൊടുക്കുക വേർഡ്സിൽ മാത്രമാണ്. ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഐ എം ഫൈൻ എന്ന ഫ്രേസിന്റെ ലിറ്ററൽ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് സുഖമാണ് എന്നതാണ്. എന്നാലോ അത് പറയുന്ന വിധം വെച്ച് നമുക്കതിന്റെ അർത്ഥം മാറ്റാൻ പറ്റും. ഞാനിതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ആദ്യത്തേത് ഐ എം ഫൈൻ, ഐ എം ഫൈൻ. രണ്ടാമത്തേത് ഐ എം ഫൈൻ. മൂന്നാമത്തേത് ഐ എം ഫൈൻ. ഇത് മൂന്നിലും നമ്മൾ പറഞ്ഞത് ഐ എം ഫൈൻ എന്ന് തന്നെ ആണെങ്കിൽ പോലും അതിന്റെ മൂന്നിന്റെയും അർത്ഥം വേറെയായിരുന്നു. ആദ്യത്തേതോ ഒരു സന്തോഷമുള്ളതായിരുന്നെങ്കിൽ രണ്ടാമത്തേതിൽ ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് രൂപത്തിലുള്ളതായിരുന്നു. മൂന്നാമത്തേതിൽ എന്നെ ബോദർ ചെയ്യല്ലേ എന്തെങ്കിലും ആവട്ടെ എന്നതായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇതുപോലെ തന്നെ നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷൻസിൽ ഇതുപോലെ ടോൺ, വോയിസ്, ബോഡി ലാംഗ്വേജ് എന്നൊക്കെ ഒരു മെസ്സേജ്, ഒരു സട്ടിൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഈ മെസ്സേജ് ഈ ഫാക്ടേഴ്സ് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് അവെയർ ആയിരിക്കുക എന്നത് ഒരു ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് കുറച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യൂസ് ഇവിടെ എക്സാമിൻ ചെയ്യാം. സോ ദീസ് ആർ എ ഫ്യൂ തിങ്സ് ദാറ്റ് ഐ ബിലീവ് വി അൺഇൻറ്റൻഷനലി ഡെമോൺസ്ട്രേറ്റ്. നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് വോയിസ് ആൻഡ് ടോൺ, രണ്ട് ബോഡി ലാംഗ്വേജ്. ആദ്യം വോയിസ് ആൻഡ് ടോൺ നോക്കാം. വളരെ സോഫ്റ്റ് ഫീബിൾ വോയിസിൽ സംസാരിച്ചാൽ ഇറ്റ് മേ ബി ഇന്റർപ്രറ്റഡ് ആസ് അൺസർട്ടനിറ്റി. മറിച്ച് വളരെ ലൗഡ് ആയാലോ ഇറ്റ് കുഡ് കം അക്രോസ് ആസ് ഡോമിനേറ്റിംഗ് ഓർ ഡിഫെൻസീവ്. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സംസാരിച്ചു പോയാൽ ഇറ്റ് കുഡ് ബി ഇന്റർപ്രറ്റഡ് ആസ് ആങ്ഷ്യസ്നെസ് ഓർ നെർവസ്നെസ്. ഹെസിറ്റേഷൻ, അതായത് ഒരു മടിയോടുകൂടെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദി ഓഡിയൻസ് എ ലാക്ക് ഓഫ് ക്ലാരിറ്റി. ഒരു മൊണോട്ടണസ് ആയിട്ട്, അതായത് ഒരേ ടോണിൽ പറഞ്ഞു വിട്ടുപോയാൽ ഇറ്റ് കുഡ് സിഗ്നൽ എ ഡിസ്ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിനോട് തന്നെ ഒരു ഇമോഷണൽ ഡിസ്കണക്ട് അവിടെ ചിലപ്പോൾ തോന്നിയേക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ്. നമ്മൾ ചിലപ്പോൾ കണ്ടു കാണും, ചിലർ സംസാരിക്കുമ്പോൾ കൈ പോക്കറ്റിലിട്ടോ അല്ലെങ്കിൽ കൈ കെട്ടിവെച്ചോ ഒക്കെ സംസാരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ടിപ്പിക്കലി ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്ററാക്ഷന് തയ്യാറല്ല എന്ന പോലെയാണ്. രണ്ടാമത്തത് ഫിഡ്ജറ്റിംഗ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കയ്യിൽ ഒരു പെന്നുണ്ട്, അതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കാലിങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കുക. ഇതൊക്കെ ഒരു നെർവസ്നെസ്സോ ആങ്സൈറ്റിയോ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മാത്രമല്ല ഇത് ഓഡിയൻസിന്റെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. സംസാരിക്കുമ്പോൾ ഓഡിയൻസിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് ആ ഒരു സോണിലേക്ക്, പല സോൺസിലേക്ക് നമ്മുടെ കണ്ണ് എത്തിച്ചെല്ലണം. അതർവൈസ് ഇറ്റ് മേ കം അക്രോസ് ആസ് യു ബീയിങ് അൺസർട്ടൻ അബൌട്ട് വാട്ട് യു ആർ സെയിങ്. ഒരു ഓവറോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അത് സിഗ്നൽ ചെയ്തേക്കാം. Be aware that something like this exists. When you are aware that this exists, you start noticing them. Once you start noticing them, you start taking small steps to try and improve upon them. അപ്പൊ ഇത് നമുക്കൊരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഉപയോഗിച്ച അതേ മെറ്റീരിയൽ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഒരു ചെറിയ 1 minute സ്പീച്ച് ബിൽഡ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ട്രൈ വീഡിയോ റെക്കോർഡിങ് യുവർ സെൽഫ്. ആ സ്പീച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ എടുക്കുക. എന്നിട്ട് നമ്മൾ മേലിൽ ഡിസ്കസ് ചെയ്ത ഏതൊക്കെ ക്യൂസ് ആണ് നിങ്ങളുടെ സ്പീച്ചിൽ നിങ്ങൾ അറിയാതെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ആൻഡ് ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത്, എങ്ങാനും നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്, ഒരു സ്പീച്ച് ലൈവ് പറയാൻ ഒരു സ്പീച്ച് അവസരം കിട്ടുവാണെങ്കിൽ, പ്രോബബ്ലി ഒരു റിലേറ്റീവിന്റെ കല്യാണമോ അല്ലെങ്കിൽ ഒരു ചെറിയ വെൽക്കം അഡ്രസ് ഏതെങ്കിലും ഒരു ചെറിയ ഇവന്റിൽ പറയാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഡു ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്
ആൻഡ് ആസ്ക് എ ഫ്രണ്ട് ടു റെക്കോർഡ് യു. ലൈവ് ഫീഡ്ബാക്കിനോളം വിലയേറിയ ഒന്നും വേറെയില്ല. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത് ഓൾവേസ് ലെറ്റ് യുവർ ഹാൻഡ്സ് ഫ്രീ. അതായത് ഒരു കയ്യിൽ മൈക്കോ അല്ലെങ്കിൽ ക്യൂ കാർഡ്സോ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കൈ ഫ്രീ ആയിട്ട് വിടുക. വെൻ യു ടോക്ക് യു സ്റ്റാർട്ട് ഒബ്സർവിങ് ദാറ്റ് ആ നിങ്ങളുടെ ഫ്രീ ആയിരിക്കുന്ന കൈ നിങ്ങളുടെ സംസാരത്തിനോടൊത്ത് പുറകെ വരും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഓഡിയൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ടൊരു കണക്ട് സൃഷ്ടിക്കാനും വളരെ എളുപ്പമാകും. ആൻഡ് മൂന്നാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് പോസസ് ആസ് യു സ്പീക്ക്. സംസാരിക്കുമ്പോൾ നിർത്തി നിർത്തി സംസാരിക്കുക. ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡെമോൺസ്ട്രേറ്റ്സ് കൺട്രോൾ. നമ്മൾ പറയുന്ന കാര്യത്തെ പറ്റി നമുക്ക് സ്ട്രോങ് ആയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഗ്രാഹ്യമുണ്ട് എന്ന് അത് ഇമ്മീഡിയറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. മാത്രമല്ല വളരെ കോർ ഐഡിയാസ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ഓഡിയൻസ് ദ ടൈം ടു അബ്സോർബ് ദിസ് ഐഡിയ. അതായത് ആ ഒരു സെക്കൻഡ് ബ്രേക്ക് കിട്ടുമ്പോൾ ഒരു ഐഡിയയിൽ നിന്ന് മറ്റേ ഐഡിയയിലേക്ക് ചാടുന്നതിന് മുമ്പ് പറഞ്ഞ ആ ഐഡിയ ഉൾക്കൊള്ളാനുള്ള സമയം ഓഡിയൻസിന് കിട്ടും. നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ നിന്ന് മറ്റു ഐഡിയയിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു 2 സെക്കൻഡ് ഒന്ന് ഐഡിയാസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കൂടിയാണ് ഇത്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം ഇങ്ങനെ കേട്ട് കേട്ട് പതുക്കെ ബോറടിച്ചോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ തിരിഞ്ഞോ തുടങ്ങിയ ഓഡിയൻസ് ഇമ്മീഡിയറ്റ്ലി ഒന്ന് അലേർട്ട് ആവും. ഒരു സൈലൻസിൽ അവരുടെ ശ്രദ്ധ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരും. അങ്ങനെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു ടൂള് കൂടെയാണ് ഇത്. ഇതിനെയൊക്കെ ഓവറാർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും ഡയറക്റ്റ്ലി പോയി ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിക്കുന്ന സ്പീച്ചിന്റെ ഓരോ ഭാഗത്തിന്റെയും ഇന്റൻഷൻ എന്താ എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് അടുത്ത ഭാഗം ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അടുത്ത ഭാഗം കേട്ട് ഓഡിയൻസ് ഒന്ന് ചാർജ്ഡ് ആവണം, അല്ലെങ്കിൽ ഓഡിയൻസ് അത് കേട്ട് ആക്ട് ചെയ്യണം എന്നതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, അത് നമുക്ക് അറിയാമെങ്കിൽ, അത് നമ്മുടെ പ്രിപ്പറേഷന്റെ സമയത്ത് മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് അത് തന്നെത്താനെ മോഡുലേറ്റ് ആകും ആ ഉദ്ദേശത്തിന് കേറ്റർ ചെയ്യാൻ വേണ്ടി. അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമ്മൾ ഒറ്റയടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല. പല പല സ്റ്റേജസ് ആയിട്ട് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്താണ് ആൾക്കാർ ഇംപ്രൂവ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നും തോന്നുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കും അത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഡു ട്രൈ ദീസ് തിങ്സ് ഔട്ട്. ഡു experiment with all of what we discussed in not just this episode but all of the past episodes. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് കീ ടേക്ക് അവേസ് ഇതിൽ നിന്ന് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കെ until next time, until the next episode, thank you and cheers.